അസ്സലാമലൈക്കും. ഐബ ആൻഡ് നസാസ് ഹാപ്പി അവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഐബക്കുട്ടിയുടെ നസയുടെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഐബക്കുട്ടി ഇപ്പം എങ്ങോട്ടായി നടന്നു പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതൊക്കെ വഴിയെ പറയാട്ടോ. ഐബക്കുട്ടിയുടെ കൂടെയുള്ളത് ഐദയാണ്. ഐബക്കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഐദയുണ്ട്, ഐദയുടെ ഇക്കൊക്കെ ഉണ്ട്, ഞങ്ങളെല്ലാവരും പിന്നാലെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഐബക്കുട്ടിയുടെ അംഗനവാടിയിൽ നിന്ന് ടൂറ് പോവുകയാണ് കേട്ടോ. എറണാകുളത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കുഞ്ഞു മക്കളായതുകൊണ്ട് തന്നെ അവരെ കൂടെയൊക്കെ പാരൻസും ഉണ്ട്. ചില പാരൻസിൻ്റെ കൂടെയൊക്കെ എക്സ്ട്രാ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. ബസ് വന്നപ്പോൾ എല്ലാവരും ബസ്സിൽ കയറാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ബസ്സിലൊക്കെ കയറിയ വഴിക്ക് തന്നെ പാട്ടൊക്കെ വെച്ചോടുകൂടി പിള്ളേരൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. അവർക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അംഗനവാടിക്ക് എല്ലാവരും 9:30 എത്തണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും 9:30 തന്നെ എത്തി. എന്നിട്ട് നമ്മൾ ബസ് വെയിറ്റ് ചെയ്ത് നിന്നു. 10 മണിയൊക്കെ ആയപ്പോൾ നമ്മളുടെ ബസ് വന്നു. അങ്ങനെ 10 മണിക്ക് നമ്മളുടെ ട്രിപ്പ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നസമോളെ കണ്ടില്ലേ? നസമോളാണെങ്കിൽ എല്ലാവരും ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ അവൾക്കും ഭയങ്കര വാശിയായിരുന്നു. അങ്ങനെ നസമോളെയും താഴെ ഇറക്കി കേട്ടോ. അപ്പോൾ ആളും അവരെ കൂടെ നിന്നിട്ട് ചാടാൻ തുടങ്ങി. നസമോളെ പിടിച്ചു നിൽക്കുന്നത് നമ്മളുടെ അംഗനവാടിയിലെ ടീച്ചറാണ്, ഐബക്കുട്ടിയുടെ ടീച്ചറാണ്. ഡാൻസൊക്കെ കഴിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവരും റെസ്റ്റ് എടുത്ത് തുടങ്ങി. നസമോളാണെങ്കിൽ ബാക്കിൽ ഉമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഇവിടേക്കാണ് നമ്മൾ ടൂർ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എറണാകുളം ഇന്ദിരാ പ്രിയദർശിനി പാർക്കും ഒരു ബോട്ടിങ്ങുമാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ അപ്പോൾ പാർക്കിൻ്റെ സെക്ഷനിലെത്തി കേട്ടോ. അപ്പോൾ അവിടെ പാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് പാർക്കിലേക്ക് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പാർക്ക് തെറ്റിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. ഇതേ കണ്ടില്ലേ, നസമോളും ഉമ്മയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നടന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വരേണ്ട പാർക്ക് ഇതല്ല. കാരണം ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ പാർക്കിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതല്ല പാർക്ക് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കുറച്ച് നടന്നുള്ളൂ, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് പോകേണ്ടത് ഇന്ദിരാ പ്രിയദർശിനി പാർക്കിലേക്കായിരുന്നു. പക്ഷെ നമ്മൾ വന്നിട്ടുള്ളത് സുഭാഷ് പാർക്കിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഇറങ്ങി അങ്ങോട്ട് നടന്നു. അപ്പോൾ നമ്മൾ കണ്ടു, അവിടെ ബോർഡ് കണ്ടു കേട്ടോ, പാർക്കിൻ്റെ ബോർഡൊക്കെ കണ്ടു. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ പിന്നാലെ ഉണ്ട് കേട്ടോ. നസമോൾ ദേ ഉമ്മയുടെ കൂടെ ഉമ്മ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഐബ എൻ്റെ കൈ വിട്ടിട്ട് പോകുന്നേ ഉണ്ടായിരുന്നില്ല. അവൾ ഈ സാധനങ്ങളും പാർക്കും ഒക്കെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പാർക്ക് എന്ന് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം എല്ലാ കുട്ടികൾക്കും പാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ, ഒരുപാട് ദൂരമൊന്നും ഇല്ല നടക്കാൻ. ആ പാർക്കിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ദേ പാർക്കിൻ്റെ ബോർഡ് നമ്മൾ കണ്ടേ. അപ്പോൾ ഇവിടെ ഇതേ കണ്ടില്ലേ, ഒരുപാട് ടെഡിയൊക്കെ വിൽക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഐബക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മത് മൈൻഡ് ചെയ്യാണ്ട് തന്നെ നടന്നു. കാരണം ഒരാൾക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതേപോലെ കിട്ടണം എന്നുള്ള വാശി ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടോയ്സ് ഒന്നും നോക്കിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ. എന്നാൽ പാർക്ക് തുറന്നിട്ടുണ്ടായിരുന്നില്ല. 12:15 ആണ് നമ്മൾ അവിടെ എത്തിയത്. എന്നാൽ പാർക്ക് 12:30 ഓപ്പൺ ചെയ്യുള്ളായിരുന്നു. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി കണ്ട് ഒരു മാഡം വന്നിട്ട് വിളിച്ചു കേട്ടോ നമ്മളെ. അങ്ങനെ നമ്മൾ ടൈം ആവുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഉള്ളിലേക്ക് കയറി. ഐബക്കുട്ടിയാണെങ്കിൽ ഫോട്ടോ എടുക്കാനൊന്നും ഒട്ടും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അവൾ എൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്നും പറഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ച് എന്നെ നിൽക്കുകയായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ ഉച്ചയായല്ലോ. നമ്മൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫുഡ് പുറത്തുനിന്നൊന്നുമല്ല കഴിക്കുന്നത്. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കുള്ള ഫുഡ് ഒന്നിച്ച് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ബുക്ക് ചെയ്തു. എന്നിട്ട് അതാണ് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെയാണ് കേട്ടോ പാർക്കിൻ്റെ
ഈ കാർ ഓടിക്കുന്ന ഈ സെക്ഷനിൽ ആ ഭാഗത്തിരുന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ ഓരോ റൈഡിനും പോയത്. അങ്ങനെ ഫസ്റ്റ് എല്ലാവരും ചെയ്തത് ഈ കാറിൻ്റെ റൈഡാട്ടോ. അപ്പോൾ കാർ ഓടിക്കാൻ ഒരു 10 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു റൗണ്ടിന് 10 രൂപ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിൽ കയറി. അപ്പോൾ ഐബക്കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു റൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2, 3, 4 റൗണ്ടൊക്കെ ഓടിച്ചു കേട്ടോ. അത്രയും ഇഷ്ടമായി. ഇത് അവർ തന്നെ റിമോട്ടിൽ കൺട്രോൾ ചെയ്തിട്ടാണ് കേട്ടോ ഓടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഉച്ചയായല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ചൂടായിരുന്നു, ഭയങ്കര ദാഹം ആയിരുന്നു കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല ഉഷാറായി, കുട്ടികളൊക്കെ നല്ല ഉഷാറായി. പിന്നെ അവർ കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കാറിൻ്റെ അവിടെ നിന്നൊക്കെ പോകുന്നു. പിന്നെ ഫുള്ള് കറങ്ങാൻ തുടങ്ങി. ഐബക്കുട്ടിക്കാണെങ്കിൽ സ്ലൈഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇതും ഉണ്ടാവില്ല. പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്ത് ചെയ്താലും പോരില്ലായിരുന്നു. പിന്നെ എല്ലാവരും പാർക്കിലൊക്കെ ഓടിക്കളിക്കാനും ഓരോ റൈഡിലും കയറാനൊക്കെ തുടങ്ങിയിട്ടോ, ഊഞ്ഞാലാടാനും. അങ്ങനെ ഫുള്ളത് ഓടിക്കളിക്കായിരുന്നു. ഒരാളും പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കാണുന്ന ഈ സെക്ഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്തായിരുന്നു ഐബ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്ത ടൈം. ഏറ്റവും കൂടുതൽ ഇവിടെയാണ് നിന്നത്. അവിടെ ഇങ്ങനെ കയറാനും സ്ലൈഡിൽ ഒഴുകാനും അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കൂടെയുള്ള നമുക്കും ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസുകൾ ഒരുപാട് എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വോയിസ് കൊടുക്കുന്ന ടൈമിൽ നസമോളെ ഐബക്കുട്ടിയിലൊക്കെ വോയിസ് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടാവും, സോറി. അപ്പോൾ അവരിവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ വോയിസിൽ അവരുടെ വോയിസും കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ ഐബക്കുട്ടി ഫസ്റ്റ് ഇതൊന്ന് കയറാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കയറില്ലേ, ലാസ്റ്റ് ഭാഗമായപ്പോൾ അവൾക്ക് കാല് വെക്കാനായിട്ട് ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഫസ്റ്റിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുൾ അതിൽ തന്നെയാണ് ഓടി കയറിയിരുന്നത്. പിന്നെ ഭയങ്കര ഫാസ്റ്റുമായി. അവിടെ അതിലേ കയറി ഈ സ്ലൈഡിൽ കൂടെ ഒഴുകി പോകുന്നിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് ഇവിടെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികൾ കളിക്കുന്നതിൻ്റെയും അവരുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്കും അവിടെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനും നസമോളും ഒരു ഭാഗത്തിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഇവരെ വീഡിയോ എടുക്കാൻ നിന്നു. ആ ടൈമിലൊക്കെ നസമോൾ ഉമ്മാനായിട്ടായിരുന്നു കേട്ടോ ഇരുന്നിരുന്നത്. നമ്മുടെ ഇന്ദിര പ്രിയദർശിനി പാർക്കിലേക്കും എൻട്രി ഫീസ് വളരെ കുറവാട്ടോ. ആകെ 20 രൂപയേ വരുന്നുള്ളൂ എൻട്രി ഫീസ്. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരുപാട് റൈഡുകളുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും. അവർക്ക് പ്രത്യേകിച്ച് ഈ ചെറിയ കുഞ്ഞുമക്കൾക്കൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്കായാലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ചില റൈഡുകളും ഇവിടെയുണ്ട്. അതൊക്കെ വഴിയെ കാണിച്ചു തരാവേ. അങ്ങനെ ഐബ ഇവിടെ ഫുള്ള് ഓടി നടന്ന് ഓരോ റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് അവൾ ഒരു തവളേനെ കണ്ടത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം എന്നെ വിളിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി കേട്ടോ. അങ്ങനെ തവളയുടെ അവിടെ എത്തിയിട്ട് അവൾ ബാക്കിൽ കൂടെ സ്റ്റെപ്പിൽ കൂടെ കയറി ഫ്രണ്ടിൽ കൂടെ സ്ലൈഡ് ചെയ്ത് വരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് അല്ലേ കാണാൻ വേണ്ടിയിട്ട്, ഒരു വെറൈറ്റി. ഐബയാണെങ്കിൽ സ്ലൈഡ് ചെയ്ത് വന്നതും കിടക്കുന്നു താഴെ. ഭയങ്കര വേദന എടുത്തു, നല്ല കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ആ വഴിക്ക് പോയില്ല, പിന്നെ അവളെ കയറാനേ കൂട്ടാക്കിയില്ല. പിന്നെ ആ തവളേനെ ആ ഭാഗത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകാതെ അവൾ തിരിഞ്ഞോടുമായിരുന്നു കേട്ടോ. കാരണം നല്ല വേദന എടുത്തായിരുന്നു. പിന്നെ അടുത്തതായിട്ട് കണ്ടില്ലേ, ഓരോ ഐറ്റംസിലും കയറിയിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അവിടെ കയറി നടക്കുന്ന ടൈമിൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തപ്പോഴാണ് ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ബാലരമ സ്റ്റേഷനും
അതിലുള്ള നമ്മളുടെ അന്നത്തെ ബാലരമയിലെ കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ. നമുക്കഥകളിൽ മാത്രം കണ്ടിട്ടുള്ള നമ്മുടെ ഡാക്കിനി അമ്മൂമ്മയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കേട്ടോ. കാണാൻ തന്നെ ഇത് കൊള്ളാലോ എന്നുള്ളൊരു നമ്മൾ പിക്ചറൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. ഇതേപോലെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ നസമോളെ നമ്മൾ ഇവിടെ ഇരുത്തി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ആദ്യമൊക്കെ ഫോട്ടോ എടുക്കാൻ ഇരുന്ന് തന്നെ, അത് കഴിഞ്ഞപ്പോൾ പിന്നെ കരച്ചിലായി. ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ പേടിയായി. അപ്പോൾ അവിടെ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ എല്ലാവരും ഇനി ട്രെയിനിൽ കയറാം. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ട്രെയിൻ, ആദ്യമേ പറഞ്ഞില്ലേ നമുക്കും കയറാവുന്ന ചില റൈഡുകളൊക്കെ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അതിലൊന്നാണ് ഇത് കേട്ടോ. ഇത് ബാലരമ സ്റ്റേഷനിൽ നെയിം ബോർഡൊക്കെ കണ്ടില്ലേ? അപ്പോൾ ബാലരമ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ കയറുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചോദിച്ചപ്പോൾ 15 ആൾക്കാരുണ്ടെങ്കിൽ ട്രെയിനിൽ കയറാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് 15 പേര് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിൻ എടുക്കും. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ആളുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രെയിനിൽ കയറാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഐബക്കുട്ടി പോയി ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയി കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അത് കഴിഞ്ഞ് 3 വയസ്സ് തൊട്ടിട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും 10 രൂപ മതി കേട്ടോ. അതിന് മേലെയുള്ള 10 വയസ്സിന് മേലെയുള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കെല്ലാവർക്കും ഒരാൾക്ക് 20 രൂപ വെച്ചിട്ടാണ് നമ്മളുടെ ട്രെയിൻ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് കേട്ടോ. വളരെ കുറഞ്ഞ റേറ്റാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ടിക്കറ്റൊക്കെ എടുത്തു. കുട്ടികൾക്ക് അപ്പോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അവർക്ക് 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ വലിയ ആൾക്കാർക്ക് ട്രെയിനിൽ കയറാനായിട്ട് 20 രൂപ കൊടുത്തിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റുകളാണ് കേട്ടോ ട്രെയിനിൻ്റേത്. അപ്പോൾ നമുക്ക് കുട്ടികളായിട്ട് സേഫായിട്ട് തന്നെ പോയിട്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് പാർക്കിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു ഓപ്പൺ സ്റ്റേജൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ബാലരമ എന്ന് എഴുതിയിട്ട് അവിടെ നമ്മുടെ കുട്ടൂസനും ഡാക്കിനി അമ്മൂമ്മയും എല്ലാവരും ഇരിക്കുന്നുണ്ട്. നമ്മളുടെ രാജുവും രാധയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ബാക്ക് വ്യൂ ആണ് കേട്ടോ. നല്ല പുഴയുടെ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നല്ല പുഴയുടെ ഒരു ഏരിയയും അതിൻ്റെ കാറ്റും ബോട്ടും എല്ലാം കണ്ടിട്ട് നല്ല ഒരു ട്രെയിൻ യാത്ര. ട്രെയിൻ എടുത്ത സ്റ്റേഷനിലേക്ക് തന്നെ എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു കമ്പാർട്ട്മെൻറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇപ്പോൾ കയറിയ പോലത്തെ കമ്പാർട്ട്മെൻറ്റ് അല്ല, കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ പോകുന്നത് കവേർഡ് ആയിട്ടുള്ള കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു.
അത അതാണ് തോന്നുന്നു. ഇപ്പോൾ കംപ്ലൈൻ്റ് ആയിട്ട് എങ്ങാനും കിടക്കുന്നതായിരിക്കാം, എനിക്കറിയില്ല. കുറച്ച് ഓപ്പണൊക്കെ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ്. അങ്ങനെ നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത അതേ സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചെത്താണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ട്രെയിൻ. ഒരുപാട് ഇഷ്ടമായി, ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ തിരിച്ച് നമ്മളുടെ പാർക്കിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ കുട്ടികളെല്ലാവരും കളിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഞങ്ങൾ തണുത്തത് എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് അവിടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കയറി കേട്ടോ. അവിടെ തന്നെ ഒരു ഐസ്ക്രീമും ജ്യൂസും എല്ലാതുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഹൈബക്കുട്ടീനെ വിളിച്ചപ്പോൾ അവൾ കാണിക്കുന്ന ആക്ഷൻസാണിത്. ഞാനില്ല ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചാടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒട്ടും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നസമോൾ അവിടെ ഊഞ്ഞാലാടാനൊക്കെ ഇരുത്തി. അതിനുശേഷം എന്താ നോക്കൂ, എന്ത് രസമല്ലേ പാർക്ക് കാണാനായിട്ട്. നല്ല പച്ചപ്പും മരങ്ങളും ഒരുപാട് റൈഡുകളും ഒക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾക്ക് കയറാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്ത് രസമുള്ള ഏരിയ അല്ലേ ഇത്. ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതൊക്കെ നമ്മളുടെ കൂടെ വന്നതാണ് കേട്ടോ. ഹൈബക്കുട്ടിയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ജയ്ക്കുട്ടി ഉണ്ട്. അപ്പോൾ അങ്ങനെ അടുത്തതായിട്ട് അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റിയ ഒരു റൈഡ് തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്കും കയറാവുന്ന ഒരു ബോട്ടിംഗ് തന്നെയാണ്. പെഡൽ ബോട്ടാണ്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. എന്നാൽ ഞാൻ കയറിയില്ല കേട്ടോ. 2 കുഞ്ഞു ആൾക്കാരായിട്ട് കയറാനായിട്ട് കുറച്ചൊരു മടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധമാണ് ആ സ്ലൈഡിൻ്റെ അവിടെ നിന്നൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്നത്. അതിന് വേണ്ടി പിണങ്ങി കിടക്കുകയാണ് കേട്ടോ തിരിച്ചു കൊണ്ടുപോകുന്നതിന്. പിന്നെ അവൾ നമുക്കൊരു 2 ടിക്കറ്റ് എടുത്തു. ഇതേപോലെ ഒരു ഹെലികോപ്റ്ററിൻ്റെതും പിന്നെ അതേപോലെ തന്നെ ഒരു കുതിരയുടേതും. എന്നാൽ ഒരെണ്ണത്തിൽ മാത്രം കയറിയുള്ളൂ, കുതിരയുടെ കയറാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ നമ്മൾ അതിന് പകരം നസമോളെ കയറ്റി കേട്ടോ. പക്ഷെ കയറ്റിയിട്ട് അപ്പം തന്നെ എടുത്തു. നസമോളാണെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു, അവൾക്ക് പേടിയായി അതിലിരുന്നപ്പോൾ. അങ്ങനെ നമ്മൾ അതിലും കയറ്റി കുറച്ച് നേരം അവിടെ ബോട്ടിങ്ങൊക്കെ കണ്ട് തിരിച്ച് നമ്മളുടെ പാർക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 30 രൂപ ടിക്കറ്റിന് ശരിക്കും മുതലാവുന്ന അത്ര നല്ലൊരു പാർക്ക് തന്നെയായിരുന്നു കേട്ടോ, ഇന്ദിരാ പ്രിയദർശിനി പാർക്ക്. അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അടുത്തതായിട്ട് നമ്മൾ പോയത് ഒരു ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എറണാകുളം ബോൾഗാട്ടി ഫെറിയുടെ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കായലിൽ നിന്ന് അറബിക്കടൽ വരെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ, എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. ഭയങ്കര എൻജോയ്മെൻ്റ് ഉള്ളൊരു യാത്ര തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 1 ഹവറാണ് നമുക്കവർ ടൈം പറഞ്ഞിട്ടുള്ളത്. അരമണിക്കൂർ വിത്ത് DJ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ബോട്ടിംഗ് നടത്തുന്നത് കേട്ടോ. നമ്മൾ പിന്നെ എല്ലാവരും കുഞ്ഞു മക്കളായിരുന്നല്ലോ, അപ്പോൾ ഒട്ടും പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അത്രയും സേഫായിട്ടാണ് അവർ കൊണ്ടുപോയതും തിരിച്ച് കൊണ്ടുവന്നതും. ബോട്ടിങ്ങിന് മുന്നേ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തലേ ദിവസം ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ എത്തിയ ബോട്ടിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4:30 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞങ്ങൾ കറക്റ്റ് ഇവിടെ എത്തി. എന്നിട്ടിപ്പോൾ ബോട്ടിലെല്ലാവരും കയറുകയാണ്. ചിലർക്ക് കയറാനായിട്ട് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒട്ടും പേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് പേടിക്കാതെ തന്നെ അത്രയും അവർ നന്നായി നമ്മളെ കെയർ ചെയ്തായിരുന്നു. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് അറബിക്കടൽ വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും പിന്നെ കൊച്ചിയുടെ ചരിത്രവും എല്ലാം നമുക്ക് ബോട്ടിലെ ചേട്ടൻ വിശദീകരിച്ച് തന്നായിരുന്നു.
ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കപ്പലുകൾ, മീൻ പിടിക്കാൻ പോകുന്ന വള്ളങ്ങൾ, ബോട്ടുകൾ, ചീനവലകൾ, അതേപോലെ ബോൾഗാട്ടി പാലസ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, യൂസഫലി സാറിൻ്റെ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടൽ, അങ്ങനെ ഒരുപാട് അതിമനോഹരമായ കാഴ്ചകളും കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് കണ്ടെയ്നർ ടെർമിനൽ. ഒരുപാട് കണ്ടെയ്നേഴ്സ് അടുക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പലാണ് ഇപ്പോൾ കാണുന്നത്. കപ്പലിൽ ഈ കണ്ടെയ്നേഴ്സ് കാണുമ്പോൾ വളരെ ചെറുതായിട്ടാണ് തോന്നുന്നത്. എന്നാൽ റോഡിൽ കൂടെ പോകുമ്പോൾ ലോറിയിലൊക്കെ ഈ കണ്ടെയ്നേഴ്സ് കാണുമ്പോൾ അപ്പം നമുക്കറിയാം ഇതിന് എത്രത്തോളം വലുപ്പമുണ്ടെന്ന്. അങ്ങനെ ഒരുപാട് കണ്ടെയ്നേഴ്സുകൾ അടക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പലിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. കാണുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിന് എത്രത്തോളം വലുപ്പമുണ്ടെന്ന്. ഇവിടെ നിന്നാണ് കണ്ടെയ്നേഴ്സ് കളക്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും പോകുന്നത്. ബോട്ടിങ്ങിൽ അരമണിക്കൂർ മേലെയും അരമണിക്കൂർ താഴെ വിത്ത് DJയുമായിട്ടായിരുന്നു നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും കണ്ട് മനോഹരമായ ഒരു യാത്ര. ഒരിക്കലെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഇടയ്ക്കൊക്കെ ഇതേപോലൊക്കെ ഓരോ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡും ഒന്ന് ഫ്രീ ആവും. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങും കഴിഞ്ഞ് അവിടുന്ന് യാത്ര തിരിച്ചു. 9 മണിയായിട്ടോ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ. ഇന്ദിരാ പ്രിയദർശിനി പാർക്കും ബോട്ടിങ്ങും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് തന്നെയായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ കാണും. ബൈ.